വെൽക്കം ടു ഫാമിലി ചാപ്റ്റർ. പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ദം ബിരിയാണി. വെറും ദം ബിരിയാണിയല്ല, സ്പെഷ്യൽ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. മിക്സ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തതായി എടുത്തിരിക്കുന്നത് 2 സവാള സ്ലൈസ് ചെയ്തതാണ്. ഇതിനി വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് 2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഇനി കോരി മാറ്റാം. വറുത്ത് കോരിയ സവാള ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു ടിപ്സ് പറഞ്ഞു തരാം. എന്താണെന്നല്ലേ, സവാള ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കണം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാം. ഇത് ഇനി കോരിയെടുക്കാം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ചിക്കൻ വറുക്കാനിട്ടു. തിരിച്ചും മറിച്ചുമിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ കോരി മാറ്റുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് 5 മിനിറ്റ് ആയി. ഇതിനി കോരി മാറ്റാം. ദം മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 5 സവാള, 10 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി കുക്കറിലിട്ട് 1 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി ഇറച്ചിക്കുള്ള മസാല തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഉള്ളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കില്ല, പകരം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ഉണക്ക നാരങ്ങ, കുറച്ച് ജാതിപത്രി, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട. കുക്കറിലാണ് ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പട്ടയും മറ്റു കൂട്ടുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് സവാള, 1 കപ്പ് ക്യാബേജ്, കുറച്ച് ബീൻസ്, 1 കപ്പ് ക്യാരറ്റ് എന്നിവ ഇട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം.
1 കിലോ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അരി അളന്ന് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ബിരിയാണി പോട്ടിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലായി റൈസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ദം ചെയ്തെടുക്കാൻ. റൈസിന് കളർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. 1 പിടി മല്ലിയില ഇട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. അതോടൊപ്പം ഫാമിലി ചാപ്റ്റേഴ്സ് എന്ന എൻ്റെ ചാനലിനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.